യൂട്യൂബർ അഖിലിൻ്റെ ഭാര്യ ഒളിച്ചോടി. ഇൻസ്റ്റഗ്രാമിലൂടെയായിരുന്നു ഇവർ രണ്ടുപേരും പരിചയപ്പെട്ടതിന് ശേഷമാണ് ഇവർ കല്യാണം കഴിക്കുന്നത്. പക്ഷേ കല്യാണം കഴിഞ്ഞ 1.5 വർഷമായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വീഡിയോ ആണ് ഇപ്പോൾ വളരെ ഫേമസ് ആയിട്ട് ഹിറ്റായിട്ട് മാറിയിരിക്കുന്നത്. അതെ, കല്യാണ പെണ്ണ് ഒളിച്ചോടിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ടുള്ള ഇവരായിരുന്നു ഇവർ രണ്ടുപേരും. സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് ഇവർ പരിചയപ്പെട്ടത്. ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 1.5 കൊല്ലമായി. പക്ഷേ ഇവർക്ക് എന്താണ് സംഭവിച്ചതെന്നോ ഇവർ രണ്ടുപേരും തുറന്നു പറഞ്ഞിട്ടില്ല. പക്ഷേ വീഡിയോകളിൽ വരുന്ന കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ വീഡിയോസിൽ ഇങ്ങനെയാണ് പറയുന്നത്. പോലീസ് സ്റ്റേഷനിൽ ഇവർ രണ്ടുപേരും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാഗിന പറയുന്നത് അഖിലിന് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്നും അത് കാരണമാണ് ഞാൻ മറ്റൊരാളുമായിട്ട് ഇഷ്ടത്തിലാവുകയും എനിക്ക് ബസ് ഡ്രൈവറുമായിട്ട് പോകേണ്ട സാഹചര്യം വന്നതെന്ന് വളരെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് മേഘ പോകുന്നതിനേക്കാൾ മുമ്പ് അഖിലുമായി എടുത്ത ഒരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോയിൽ കാണാൻ കഴിയുന്നത് ആശുപത്രിയിൽ മേഘ കട്ടിലിൽ കിടക്കുകയാണ്. ആ സമയത്ത് അഖിൽ ഫോൺ എടുക്കുകയാണ്. അപ്പോൾ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്, ഒരു മെസ്സേജ് പോലെ വരികയാണ്. അപ്പോൾ നോക്കുമ്പോൾ ഫോൺ തട്ടി വാങ്ങി മേഘ ഓഫ് ചെയ്ത് കിടക്കുകയാണ്. ഇതാണ് കാണുന്നത്. അടുത്തത് വീഡിയോസുകളിൽ വരുന്നത് സോഷ്യൽ മീഡിയയിൽ അവർ തന്നെ അവരുടെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും കൊടുത്തിട്ടുള്ള വീഡിയോസുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ വീഡിയോസിലൊക്കെ വളരെ സന്തോഷമായിട്ടാണ് അവർ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും സോഷ്യൽ മീഡിയസിലൊക്കെ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കൊല്ലം പ്രണയിക്കുക, 2 കൊല്ലം കൂടെ ജീവിക്കുക, അതിനുശേഷം മാത്രമേ കല്യാണം കഴിക്കാവൂ എന്നതാണ് യൂട്യൂബ് അഖിൽ പറയുന്നത്. ഇവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടു കഴിഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങൾ ഇവരോട് ചോദിക്കാൻ തോന്നും, പ്രത്യേകിച്ച് അഖിലിനോട്. സോഷ്യൽ മീഡിയകളിലും യൂട്യൂബ് ചാനലിലുമൊക്കെ അഖിൽ ഇങ്ങനെ പറഞ്ഞതല്ലേ, ജീവിതം എപ്പോഴും സന്തോഷമായിരിക്കുക, വിഷമങ്ങളോ ദുഃഖങ്ങളോ വരാതെ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം സംസാരിക്കണം. ഭാര്യ ഭർത്താക്കന്മാർ എപ്പോഴും സ്നേഹത്തിലും സന്തോഷത്തിലും അവർക്ക് ദാരിദ്ര്യത്തിലും എല്ലാ സഹനഘട്ടങ്ങളിലും കൂടി ജീവിക്കണമെന്ന് അഖിൽ സോഷ്യൽ മീഡിയയിൽ വളരെ വ്യക്തമായി തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വാക്കുകൾ അഖിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഖിലിൻ്റെ കൂട്ടുകാരൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ചെയ്യുന്നു. അഖിൽ എന്നോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവനോട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവൾ പോകട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അവൾ അവളുടെ ജീവിതം ജീവിക്കട്ടെ, ഞാൻ എൻ്റെ ജീവിതം ജീവിച്ച് ഞാൻ മുന്നോട്ട് പോകും എന്ന്. എത്ര തന്നെ കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ വന്നതെന്നറിയുമോ? അവൾ പോകട്ടെ, എൻ്റെ പ്രണയം സത്യമാണെന്ന് അവൾ ഒരിക്കൽ അറിയും. അഖിലിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അഖിലിൻ്റെ കൂട്ടുകാരൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഞാൻ അഖിലുമായി സംസാരിച്ചിരുന്നു. അവൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, അവൾ പോകട്ടെ, എനിക്ക് സാരമില്ല, അവളോട് എനിക്ക് പിണക്കമോ ദേഷ്യമോ ഒന്നുമില്ല, അവൾ അവളുടെ ജീവിതം സന്തോഷമായി ജീവിക്കട്ടെ, ഞാൻ എൻ്റെ ജീവിതം സന്തോഷമായി ജീവിക്കും. ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ ഇന്ന് വരെ എത്തിയത്. ഒരു ഇൻസ്റ്റഗ്രാമിലൂടെ കണ്ടുമുട്ടിയതാണ് ഞാൻ അവളെ. പക്ഷേ ഇങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു. ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായി ഞാൻ ഉടനെ വരുന്നുണ്ട്. ബൈ ബൈ, സീ യു.